ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അങ്ങനെ ബിരിയാണിക്കായി ഞാൻ കുറച്ച് കുരുമുളക്, ഗ്രാമ്പൂ, താക്കോലം, കറുകപ്പട്ട, ഏലക്ക, 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും, ഒരു സവാള ചെറുതായി അരിഞ്ഞതും, നെടുവിനെ കീറിയ ഒരു സവാളയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബിരിയാണി അരി വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു കലാടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നെയ്യ് കിടന്ന് ഇതൊന്ന് വഴണ്ടി വരുന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റിനായിട്ട് കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നിവ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് വറുത്ത് കോരിയെടുക്കുക. നമ്മൾ ചെറുതായി അരിഞ്ഞ് നീളത്തിൽ വെച്ചിരിക്കുന്ന സവാളയും നന്നായി വറുത്ത് കോരി എടുക്കണം. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് 2 ഗ്ലാസ് അരി അളന്നെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളവും ആ പച്ചക്കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയെടുത്ത ബിരിയാണി അരി, ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്, അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ അരി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും ചേർത്ത് ചെറുതീയിൽ ഒന്ന് ചൂടാക്കിയെടുത്ത് നന്നായി അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ബിരിയാണി റെഡിയാണ്. എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.